നമസ്കാരം. നമ്മൾ ഇന്ന് പോകുന്ന യാത്ര ഒരു അത്യന്തം രഹസ്യമായ അതിശയകരമായ ഭൂമിക്കോണിലേക്ക്, ആമസോൺ മഴക്കാടിന്റെ ആഴങ്ങളിലേക്ക്. ലോകത്തിലെ ഏറ്റവും വലിയ മഴക്കാട്, അതുതന്നെ പലതിനും ആഗോള ചർച്ചകളും അകലാത്ത ചോദ്യങ്ങളും നമുക്ക് മുന്നിൽ വയ്ക്കുന്നു. ഇത് ഒരു അപൂർവമായ രഹസ്യങ്ങളുള്ള സ്ഥലമാണ്. ഇവിടെ പണ്ടു പറഞ്ഞ അപ്രാപ്യമായ ജ്ഞാനം ഒളിച്ചിട്ടിരിക്കുന്നുവെന്ന് പലരും വിശ്വസിക്കുന്നു. പക്ഷേ ഈ കാടിന്റെ ആഴങ്ങളിൽ നമുക്ക് അറിയാമായ കാര്യങ്ങൾ ഒന്നുകൂടെ എത്ര നേരം തലച്ചോ. ഇത് ഒറ്റക്കണ്ണിൽ നോക്കിയാൽ എല്ലാം മനസ്സിലാകാത്ത ഒരു ലോകം തന്നെ. ആമസോൺ കാടിന്റെ യഥാർത്ഥ രഹസ്യം. അതിന്റെ ഇനങ്ങളായ ജീവജാലങ്ങളായാണ് തുടങ്ങുന്നത്. ആകാശത്തോടോ ഭൂമിയോടോ നമുക്ക് അത്ര വായിച്ചു കഴിഞ്ഞു. അതിനിടയിൽ ഇവിടെ കണ്ടെത്തിയ അനേകം അത്ഭുതകരമായ ജീവികളിൽ ചിലത് മനുഷ്യന്റെ അറിവിൽ എത്തുകയും മറ്റ് ഇനി ആഗോള സമാജത്തിന് സാക്ഷ്യപ്പെടുത്താനും ചില ചരിത്രങ്ങളിൽ പറയുന്നു. ഈ ഭൂമിയിലെ പഴയ സംസ്കാരങ്ങൾ, അതായത് അനക്കറ്റുമായി അറിഞ്ഞിരുന്നോ, ഇത്തവണ അവയുടെ ശരിയായ സ്ഥലം കണ്ടെത്തി. നമ്മുടെ സൃഷ്ടിഭാഗങ്ങൾ മാറ്റിമറിഞ്ഞ ചില ചിഹ്നങ്ങൾ ഞങ്ങളെ ഇപ്പോഴും ചേർത്തിരുന്നു. നമ്മൾ സമ്പൂർണ്ണമായി മറക്കുകയോ ഇല്ലാതാകുകയോ ചെയ്ത് മറച്ചുനിൽക്കുന്ന ഈ ഖണ്ഡികയിൽ പ്രാചീന സങ്കേതങ്ങൾ, പ്രവൃത്തികക്ഷികൾ, ദ്വീപുകളും സമുദ്രങ്ങളും നമ്മളെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്താണ് ഈ മഴക്കാടിന്റെ ദുരൂഹത? വെറും കാട് മാത്രമോ? അല്ലെങ്കിൽ ഇവിടെ ഒരു വർഷം മുമ്പ് കാണാത്ത, ഇപ്പോഴും ഒളിച്ചിരിക്കുന്ന ഒരു ദ്വീപിന്റെ വിചിത്രമായ കഥയാണോ? ഏറ്റവും ഭീതിപ്പെടുത്തുന്ന കാര്യമാണ് പലരും പറയുന്നത് ഈ കാടിന്റെ ഒരു കാലഘട്ടമാണ്. അതിനുള്ള കുതിപ്പുകളും പ്രകൃതി പ്രകടനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നു. പലർക്കും അതൊരു പര്യടനമായി തോന്നിയാലും ചിലർ പറയുന്നു ഇത് വേറെ ഒരു സഞ്ചാരമാണ്.